മിശിഹായിൽ പ്രിയ സഹോദരങ്ങളെ, നശ്വരമായ ഈ ലോകത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ നാം പലപ്പോഴും വിസ്മരിച്ചു പോകുന്ന വലിയൊരു സത്യമാണ് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ നൽകേണ്ട ഒന്നാം സ്ഥാനത്തെ പറ്റിയുള്ളത്. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും എന്ന മത്തായി 6:33 വചനം നമ്മുടെ ജീവിതത്തിൻ്റെ ആധാരശിലയാകണം. ആധുനിക ലോകത്ത് പണത്തിനും പദവിക്കും സുഖസൗകര്യങ്ങൾക്കും പിന്നാലെ പരക്കം പായുമ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ ദാഹം തീർക്കാൻ ദൈവം വിചാരിച്ചാൽ മാത്രമേ ദൈവത്തിന് മാത്രമേ സാധിക്കൂ എന്ന് നാം തിരിച്ചറിയണം. പാപത്തിൻ്റെ ചെളിക്കുണ്ടിലും ലൗകിക മോഹങ്ങളിലും നാം വീണു പോകുമ്പോൾ ദൈവത്തിൽ നിന്ന് പാടെ അകന്നു പോകുന്ന അവസ്ഥയാണ് നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിക്കുക എന്നതും അത് ഏറ്റവും വലിയ ധാർമ്മിക വെല്ലുവിളി ആണ് എന്നുള്ളതും നാം തിരിച്ചറിയണം. വിശുദ്ധ അഗസ്തീനോസ് പഠിപ്പിച്ചതുപോലെ, ദൈവമേ, അങ്ങേക്കായിട്ടാണ് അങ്ങ് ഞങ്ങളെ സൃഷ്ടിച്ചത്. അങ്ങയിൽ വിശ്രമിക്കുന്നത് വരെ ഞങ്ങളുടെ ഹൃദയങ്ങൾ അസ്വസ്ഥമായിരിക്കും എന്ന് നാം തിരിച്ചറിയണം. നമ്മുടെ പൂർവിക പ്രാർത്ഥനയിലൂടെ വിശ്വാസത്തിലൂടെയും കെട്ടിപ്പടുത്ത ആത്മീയ പാരമ്പര്യം മുറുകെ പിടിക്കാൻ നാം ഓരോരുത്തരും കടപ്പെട്ടവരാണ്. അനുദിന ജീവിതത്തിലെ ക്ലേശങ്ങളിലും രോഗങ്ങളിലും തളരാതെ സകല നന്മകളുടെയും ഉറവിടമായ ദൈവത്തിലേക്ക് നമുക്ക് കണ്ണുകൾ ഉയർത്താം. കർത്താവിൻ്റെ രണ്ടാം വരവിനായി നാം ഒരുങ്ങിയിരിക്കേണ്ടത് ഭയത്തോടെയല്ല, മറിച്ച് പ്രത്യാശയോടെയും സ്നേഹത്തോടെയുമാണ്. ഓരോ കുർബാനയും ഓരോ പ്രാർത്ഥനയും അവിടുത്തെ സന്നിധിയിലേക്കുള്ള നമ്മുടെ ഒരുക്കമാകട്ടെ. ലോകം നൽകുന്ന വാഗ്ദാനങ്ങൾ താൽക്കാലികമാണ്, എന്നാൽ ദൈവം നൽകുന്ന സമാധാനം ശാശ്വതമാണ്. ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവാക്കിയാൽ ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാൻ നമുക്ക് സാധിക്കും. കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ച് വിശുദ്ധിയോടെ ജീവിക്കാനും മറ്റുള്ളവർക്ക് വെളിച്ചമാകാനും നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.